പെരുവന്താനം പഞ്ചായത്തിലെ ടി.ആർ. എസ്റ്റേറ്റിലെ ചെന്നാപ്പാറ മുകൾ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുവാൻ വനംവകുപ്പ് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം പതിവാണ്. കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വളർത്തുന്ന പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ക്യാമറ സ്ഥാപിച്ചെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതിനിടെ പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുവാൻ 12ഓളം ക്യാമറകളാണ് വനംവകുപ്പ് ഇവിടെ സ്ഥാപിക്കുന്നത്. ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞാൽ മാത്രമേ പുലിയെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കുന്നത് അടക്കമുള്ള തുടർ നടപടിയിലേക്ക് വനംവകുപ്പിന് നീങ്ങുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും നമ്മൾ ചെന്നാപ്പാറ ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെയും വന്യജീവികളുടെ ആക്രമണം, പ്രത്യേകിച്ച് കടുവ, പുലി ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് വളരെ കൂടുതലായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ക്യാമറ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്ന 10-12 ക്യാമറ നമ്മളവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഇത് എടുക്കുകയും അതിനകത്തെ മെമ്മറി കാർഡ് നമ്മൾ റീഡ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും മൃഗങ്ങളുടെ പടങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കി അത് വീണ്ടും അത് തിരിച്ച് അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശക്തമായൊരു മോണിറ്ററിങ് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഈ മോണിറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥർ ഇത് അപ്പോൾ വിവരങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികളൊക്കെ ചെയ്യുന്നതാണ്. ഇനിയിപ്പം ഈ മേഖലയിൽ നമ്മൾ കൂടുതലായിട്ട് പെട്രോളിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ, അതുപോലെ രാവിലെ സമയത്ത്, അതുപോലെ രാത്രിയിൽ എല്ലാം മിക്ക സമയങ്ങളിലും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം ഇനി ഉണ്ടാകരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് വനംവകുപ്പ് നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥരുടെ ശക്തമായ നിർദ്ദേശമുണ്ട്. ഈ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് നമുക്ക് എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിയും അതൊക്കെ നടത്തണമെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പതിവായി വന്യമൃഗ ആക്രമണം നടക്കുന്ന മേഖലയാണ് ചെന്നാപ്പാറ മുകൾ ഭാഗം. കഴിഞ്ഞ വർഷം ഇതിനു സമീപം തുണി കഴുകിക്കൊണ്ടിരുന്ന സോഫിയ എന്ന വീട്ടമ്മയെ കാട്ടാന ആക്രമിച്ച് കൊന്നിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപ പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളിയെയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വളർത്തുന്ന പശുവിനെയും നായകളെയും കടുവയും പുലിയും പിടിക്കുന്നത് പതിവ് സംഭവമാണ്. എസ്റ്റേറ്റിലെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം റീപ്ലാന്റിംഗ് ചെയ്യാതെ കാട് പിടിച്ചു കിടക്കുന്നത് മൂലം വനത്തിൽ നിന്നും ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ എസ്റ്റേറ്റിലെ കാടുകളിൽ തമ്പടിക്കുകയാണ്. ഇത് തൊഴിലാളികൾക്കും പ്രദേശത്തെ നാട്ടുകാർക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. കാടുപടലങ്ങൾ വെട്ടിമാറ്റുവാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റ് തയ്യാറാകാതെ വരുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി മേഖലയിൽ അനുഭവപ്പെടുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.